نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ആമുഖത്തിൽ തന്നെ പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിന്റെ നിർണായകമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളുടെ പിന്നാലെ പോകാൻ അല്ല നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ആ അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമൂഹത്തിന് ബോധവൽക്കരണം നൽകുവാനും അതോടൊപ്പം തന്നെ ജീവിക്കുന്ന പ്രവാചകന്റെ അനുയായികളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ മാസത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കേൾക്കേണ്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ഖുത്ബയിൽ ഇന്ന് സൂചിപ്പിക്കുവാനുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിനെ അങ്ങേയറ്റം സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. മദീന മുഴുവനും കരഞ്ഞുപോയ ദിവസമാണ്. മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുമാ ഖാല, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, كان اليوم الذي قدم فيه رسول الله صلى الله عليه وسلم أضاء منها كل شيء فلما كان اليوم الذي مات فيه أضل منها كل شيء. വല്ലാത്ത ഒരു വാചകമാണത് സഹോദരങ്ങളെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ഈ മദീനയിലേക്ക് വന്ന ദിവസം ഈ മദീന മുഴുവനും പ്രകാശപൂരിതമായിരുന്നു, സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. എന്നാൽ ഇന്നിതാ മദീന മുഴുവനും ഇരുട്ടായിരിക്കുന്നു, മദീന മുഴുവനും ദുഃഖിതമായിരിക്കുന്നു. കാരണം ഇന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. വബക്കത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ കരയുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഉമ്മു ഐമന്റെ അരികിലേക്ക് മയ്യത്ത് സംസ്കരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെന്നു. എന്നിട്ട് അവിടുന്ന് ആ കണ്ണുകൾ കലങ്ങി തേങ്ങിയ ഉമ്മു ഐമനോട് പറഞ്ഞു, ഉമ്മു ഐമൻ, മരണം അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്, അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നേതാവ്, നമ്മുടെ പ്രവാചകൻ നമ്മെ വിട്ട് പിരിഞ്ഞതിന് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകം മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഉമ്മു ഐമൻ പറയുന്നു, ഇന്നി ഖദ് അലിംതു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയമൂത്, നമ്മുടെ നേതാവ് റസൂൽ മരണപ്പെട്ടു എന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്, ഞാൻ അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ വലാകിൻ ഇന്നമാ അബ്കി, ഞാൻ കരഞ്ഞത് അല്ലെങ്കിൽ എന്നെ കരയിപ്പിച്ചത് എന്റെ കണ്ണുകൾ ഈറൻ അറിയാനുള്ള കാരണം ആ മരണപ്പെട്ട ദുഃഖം മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല, അടിസ്ഥാനപരമായി അൽ വഹയ്യല്ലദീ റഫഅന്നാ, ആകാശലോകത്തുനിന്ന് ഇനി ജിബ്രീൽ വഹയ്യുമായി ഇറങ്ങി വന്നത് നിലച്ചുപോയല്ലോ എന്നതാണ്. ഇത് വളരെ വലിയ ഒരു പോയിന്റാണ്. ആകാശലോകത്ത് നിന്ന് വഹയ്യ് നിലച്ചു. ആ വഫാത്തോടുകൂടി ഇനി ഒരു റസൂലില്ല, ഇനി ഒരു വഹയ്യുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് ഇല്ല. പക്ഷേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അനവധി അബദ്ധവിശ്വാസങ്ങളും അനവധി അനാചാരങ്ങളും അനവധി ദുർവ്യാഖ്യാനങ്ങളുമായി പല പ്രസ്ഥാനങ്ങളും പണ്ഡിത വേഷധാരികളും രംഗത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ വഹയിലൂടെയുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടു കൂടി പിന്നീട് വഹയി നിലച്ചു എന്നത് മനസ്സിലാക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുടെ പിന്നാലെ പോയി ഒരിക്കലും നാം അന്ധകാരങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഇത്ര ഹൃദയസ്പർക്കായ ഒരു യാത്ര, ഈ യാത്ര നടന്ന മാസമാണ് റബീഉൽ അവ്വൽ. പക്ഷേ നാം 2 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നാം നമ്മുടെ നാടുകളിൽ, പട്ടണങ്ങളിൽ, അങ്ങാടികളിൽ കാണുന്നത് ഘോഷയാത്രകൾ കൊണ്ട് തെരുവുകൾ ആഹ്ലാദ പരിതമണിയിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇതിനെ നാം കാണുന്നത്. കട്ടൗട്ടുകളും ചുമരുകളിലുള്ള പോസ്റ്ററുകളും നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെയെല്ലാം വായിക്കാൻ കാണുന്ന അല്ലെങ്കിൽ നോക്കുമ്പോൾ കാണുന്ന പോസ്റ്ററുകൾ മുഴുവനും ഹുബ്ബുർ റസൂൽ എന്നതാണ്, ഇഷ്കേ മദീന എന്നതാണ്. അതേപോലെ തന്നെ ഈ രൂപത്തിൽ മുഴുവനും മീലാദ് നബി എന്ന പോസ്റ്ററുകളാണ്. പക്ഷേ ആ നൂറുകണക്കിന് പോസ്റ്ററുകൾക്കിടയിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, ഒരൊറ്റ പോസ്റ്റർ പോലും വഫാത്തുൻ നബി എന്നില്ല. റബീഉൽ അവ്വൽ 12 ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകവാസം വെടിഞ്ഞ ദിവസമാണ്, മദീന മുഴുവനും ദുഃഖിതമായ ദിവസമാണ് എന്ന് പറയാൻ ഒരു മുസ്ലിയാരില്ല. ആ ദുഃഖത്തിന്റെ ദിനങ്ങളെ കുറിച്ച് ഓർക്കുവാൻ ഒരു പണ്ഡിതന്മാരില്ല.
അതിനുവേണ്ടി സജ്ജമാക്കുന്ന ഒരു സംഘടനയോ യുവാക്കളോ ഇല്ല. മറിച്ച് കഅബാലയത്തിന്റെ ഫോട്ടോകളും വലിയ വലിയ മദീന മുനവ്വറയുടെ കുബ്ബകളും റൗദാ ശരീഫിന്റെ രൂപങ്ങളും കട്ടൗട്ടുകൾ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപകളുടെ തോരണങ്ങളും ലൈറ്റുകളും തൂക്കിക്കൊണ്ട് വർഷത്തിൽ ഒരിക്കൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണി കൃഷ്ണന്റെ ജയന്തി ആഘോഷിക്കുന്നത് പോലെ യേശുക്രിസ്തു എന്ന ഈസാ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ പള്ളിപ്പെരുന്നാൾ വർഷത്തിൽ ആഘോഷിക്കുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ യുടെ ഉമ്മത്ത് ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള മാമാങ്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച വേൾഡ് കപ്പിന്റെ ആ വിഷയത്തിൽ യുവാക്കൾക്കിടയിലുള്ള കട്ടൗട്ടുകളും പോസ്റ്ററുകളും അതുപോലെ തന്നെ ഓരോ ടീമിനോടുള്ള ഫാൻസ് അസോസിയേഷനോടുള്ള ഉപദേശങ്ങളും പണ്ഡിതന്മാർ നടത്തിയിരുന്നു. വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ ഹറാമിന് വേണ്ടി പണം ചെലവഴിക്കുന്ന യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകുന്ന അതേ പണ്ഡിതന്മാർ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ വിദഅത്താകുന്ന അനാചാരങ്ങളെ പോഷിപ്പിക്കുന്ന കമ്മിറ്റിക്കാർക്കും യുവാക്കൾക്കും എന്തുകൊണ്ട് ബോധവൽക്കരണം നൽകിയില്ല? അവിടെ അവർ ഏണി വെച്ചു കൊടുക്കുകയാണ്, അവിടെ അവര് ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്, അവിടെ അവര് ചരിത്ര വസ്തുക്കളെ കൊട്ടിമാറ്റുകയാണ്. അല്ലാതെ ഇത് തിരുത്താൻ, ഇതിന് ബോധവൽക്കരിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭൗതികമായ ഈ വിനോദങ്ങളിലുള്ള മൂല്യച്യുതിയെ കുറിച്ച് ശക്തമായ ബോധവൽക്കരണം നടത്തുമ്പോൾ ആത്മീയ മേഖലയിൽ നടക്കുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തിരുത്തുവേണ്ടത്. കാരണം മതം നന്നായാൽ അവന്റെ ഭൗതികം നന്നാകും, ദീനം നന്നായാൽ അവന്റെ ദുനിയാവ് നന്നാകും. ദീനാണ് നന്നാകേണ്ടത്, അടിത്തറയിലേക്കാണ് നാം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത്, അതിന്റെ ചില്ലകളിലല്ല എന്ന് ഈ പണ്ഡിതന്മാരോട് നമ്മൾ വളരെ ആത്മാർത്ഥമായി പറയുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ആ റബ്ബിന്റെ മഹത്വത്തെ ധാരാളമായി പ്രകീർത്തിക്കുന്ന, അതേപോലെ തന്നെ ആ അല്ലാഹു തആല ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, മുർസലുകളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഷഹാദത്ത് കലിമകൾ ചൊല്ലിയ മനുഷ്യനും വിശ്വാസിക്കും അല്ലാഹു തആല പറയുന്നത്, നിനക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂട്ടാണ്. ആ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13.5 കൊല്ലം മക്കയിലും ഏകദേശം 10 വർഷത്തിന് താഴെയായി മദീനയിലും ഇസ്ലാമികമായ ഒരു സൊസൈറ്റിയുടെ കീഴിൽ ഒരു ഭരണാധികാരിയായി, ഒരു പ്രവാചകനായി പൂർണ്ണമായി ജീവിച്ചു. അങ്ങനെ ആ ദീനുൽ ഇസ്ലാം ആ സ്വഹാബത്തിന്, ലോകത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ആ റസൂലിലൂടെ പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതിന്റെ പൂർത്തീകരണത്തിൽ അല്ലാഹു തആല ആ മക്ക വിജയത്തിന്റെ നയനാനന്ദകരമായ കൺകുളിർമയുള്ള കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുകൊണ്ട് അവിടുത്തെ ഹൃദയം എത്ര സന്തോഷിച്ചിട്ടുണ്ടാകും. കാരണം ജീവിതത്തിന്റെ ആ ബാല്യകാലം മുതൽ ഒരുപാട് പട്ടിണികളും അനാഥത്വത്തിന്റെ കൈപ്പുനീരുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് കടന്നു വന്ന റസൂൽ, പിന്നീട് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മക്കയിലെ 13.5 വർഷക്കാലത്ത് തീഷ്ണമായ പരീക്ഷണത്തിന്റെ കാലഘട്ടം. അങ്ങനെയുള്ള ഒരുപാട് ദുഃഖഭാരങ്ങളുമായി, പരീക്ഷണങ്ങളുമായി ആ ഉമ്മത്തിൽ നിന്നുള്ള, ആ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ക്രൂരമ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, കാരുണ്യത്തിന്റെ മനസ്സുമായി ആ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്ത്? സത്യം വന്നു, അസത്യം തകരുകയാണ്.
അധർമ്മം തകരേണ്ടതാണ്. അങ്ങനെ മക്കയും മദീനയും ഇസ്ലാമിന്റെ കൊടിക്കീഴിലേക്ക് വന്നപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ആഹ്ലാദിക്കല്ല, അമിതമായി പുളകം കൊള്ളണ്ട, വിനയം കാണിച്ചോളൂ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കോളൂ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, സുജൂദുകൾ അധികരിപ്പിച്ചോളൂ എന്ന കൽപ്പനയുമായി അല്ലാഹു തആല സന്തോഷത്തോടുകൂടി ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തലങ്ങളിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തിന്റെ കണങ്ങൾ ഇറക്കി കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അതാ മക്കം ഫതഹ് കടന്നു വരികയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا, കൂട്ടം കൂട്ടമായി ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ആ രംഗം കാണുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ, അതുകൊണ്ട് നീ സുജൂദിൽ വീണോളൂ, ആ റബ്ബിനെ നീ സ്തുതിച്ചോളൂ, അവന്റെ ഹംദുകൾ നീ ധാരാളമായി ഉരുവിട്ടോളൂ, തൗബ ചെയ്തോളൂ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ മുഹമ്മദ് നബിയെ. അങ്ങനെ ഈ ആയത്തിറങ്ങിയപ്പോൾ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ നീ ഈ ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണം. അങ്ങനെ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സൂചിപ്പിക്കുന്ന അധ്യായമാണ് എന്നാണ്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ആ വിടവാങ്ങൽ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായ വിടവാങ്ങലായിരുന്നു. പിന്നീട് ഒരു ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ആയത്തിറങ്ങുകയാണ് സൂറത്തുൽ മാഇദ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനില ഇവിടെ അല്ലാഹു നബിയിലൂടെ സീൽ വെച്ചിരിക്കുകയാണ്. ഈ പൂർത്തീകരിച്ച ഇസ്ലാം അത് തന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നു എന്നതാണ് ആ ആയത്തിലുള്ള ഉള്ളടക്കം. അഥവാ ഈ രണ്ട് അധ്യായങ്ങളിലെ ഈ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ വിളിച്ചറിയിക്കുന്ന അധ്യായങ്ങളാണ്, ആയത്തുകളാണ് എന്ന് മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് മുഹറം മാസത്തിൽ തന്നെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, താങ്കൾ വഫാത്താകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഓരോന്നോരോന്ന് കൃത്യമായി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുൽഹിജ്ജ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദഅവത്തിന് വേണ്ടി നിയോഗിക്കുകയാണ്. ആ നിയോഗിക്കുന്ന സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖനി ബഅദ അമ്മി ഹാദാ വലഅല്ലക മർറ അൻത മസ്ജിദി വഖബരി. എന്താണ് പറയുന്നത്? മുആദേ, നീ ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ ഈ നേതാവിനെ നീ ഹയാത്തോടുകൂടി കണ്ടുകൊള്ളണം എന്നില്ല, നീ എന്നെ ഹയാത്തോടുകൂടി കണ്ടുകൊള്ളണമെന്നില്ല. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാൻ സാധ്യതയുണ്ട്
എന്റെ ഖബറിനരികിലൂടെ ഒരുപക്ഷേ നിനക്ക് നടന്നു പോകേണ്ടി വരും മുആദ് എന്ന് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു മുഖം വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അദ്ദേഹത്തിന് അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കി. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ ഇടറി. അവിടുന്ന് കരഞ്ഞപ്പോൾ മുആദിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചു. വബകാ മുആദ് ബിൽ ജബൽ വജശഅ ഫിറാഖ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിടവാങ്ങ്, ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് ആലോചിച്ച് മുആദ് തങ്ങൾ കരഞ്ഞപ്പോൾ ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ, നീയും മരിക്കും മുഹമ്മദേ, അവരും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നബിയേ എല്ലാവർക്കും മരണമുണ്ട്. ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സുനൻ അഹ്മദിൽ 22,052 നമ്പർ ഹദീസായി ഈ സംഭവം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ മുമ്പ് തന്നെ അവസാനത്തെ റമളാൻ, ആ റമളാൻ സമാപനമാണ്. ഇനി റമളാനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല. ആ റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരിക്കുന്ന റസൂൽ വഫാത്തിന് മുമ്പുള്ള റമളാനിന്റെ 2 വർഷവും 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. ആ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. അവസാനത്തെ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ സമയത്ത് ഇറങ്ങി വന്നു. പൂർണ്ണമായും 114 അധ്യായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഓതിപ്പിച്ചു. അവസാന സമയത്ത് വീണ്ടും അതേ മാസത്തിൽ ഒരു തവണ കൂടെ ഇറങ്ങി. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ അധ്യാപകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പൂർണ്ണമായും ഖുർആൻ ഓതി തീർത്തു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ ആ സമാപനത്തിൽ ഇതുപോലെ സ്വഹാബത്തിന് നൽകിയ വാചകത്തിലും കാണാൻ കഴിയും. യാ അയ്യുഹന്നാസേ സ്വഹാബത്തെ ഖുദൂ അന്നി മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും എന്നിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ഒപ്പിയെടുക്കണം, പഠിച്ചെടുക്കണം. വ ഇന്നി ലാ അദ്രി ലഅല്ലി ലഅഹജ്ജു ബഅദ ആമി ഹാദാ, അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഇതേ ഹറഫയിൽ, ഇതേ മുസ്ദലിഫയിൽ, ഇതേ മിനായിൽ, ഇതേ ഹറമിന്റെ ഈ പരിശുദ്ധ കഅബാലയത്തിൽ സഈ നടത്താൻ, തവാഫ് നടത്താൻ, ഹജ്ജ് കർമ്മം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വഹാബികൾ കരയുകയാണ്, മനസ്സിലാക്കിയ സ്വഹാബികൾ കരയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഈ ഇസ്ലാമിന്റെ വെളിച്ചം വലതെറ്റാതെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രിപ്പയർഡ് ആക്കുകയായിരുന്നു, തയ്യാറാക്കുകയായിരുന്നു. മാത്രമല്ല ലോകത്തിന് മുമ്പിൽ കൃത്യമായി സ്വഹാബത്തിന്റെ പദവിയും അതിന്റെ ആ കൃത്യമായ ബഹുമാനവും അറിയിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദാ പറഞ്ഞു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിമിന്റെ 2531 നമ്പർ ഹദീസിൽ കാണാം, അന്നജൂമു അമനത്തുൽ ഇസ്സമാ, സ്വഹാബത്തെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശമണ്ഡലങ്ങളുടെ സംരക്ഷണമാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് ആകാശമണ്ഡലങ്ങളുടെ സംരക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഫൈദാ ദഹബത്തുൻ നുജൂമ അത്തസാഅമാ തുഅദൂൻ, ആ നക്ഷത്രങ്ങൾ അതിന്റെ നെട്ടച്ച് താഴേക്ക് വീഴുന്ന ദിവസം ആകാശങ്ങൾക്ക് അല്ലാഹു തആല ഉദ്ദേശിച്ചത് സംഭവിക്കും. ഇത് സമാഉൽ ഫതറത്ത് വഇദൽ കവാകിബു ഇൻതസറത്, ആകാശമണ്ഡലങ്ങൾ നെയ്യുകൾ ഉരുകിയൊലിക്കുന്ന പോലെ പിന്നെ ഉരുകിയൊലിക്കുന്ന ദിവസം. എന്താ കാരണം? വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രമണ്ഡലങ്ങൾ നെട്ടറ്റ് വീഴും. അപ്പൊ നക്ഷത്രമണ്ഡലങ്ങൾ ആകാശത്തിന്റെ ആ സമാധാനമാണ്, അതിന്റെ സംരക്ഷണമാണ്. അത് പോയാൽ അല്ലാഹ് ആകാശത്തിൽ ഉദ്ദേശിച്ച് സംഭവിക്കും. എന്നിട്ട് വീണ്ടും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഅന അമനതുൽ അസ്ഹാബി ഫഇദാ അസ്ഹാബി അതസാഅമാതു അദൂൻ, ഞാൻ എന്റെ സ്വഹാബികൾക്ക് സംരക്ഷണമാണ്. ഞാൻ പോയാൽ എന്റെ സ്വഹാബത്തിന് സംഭവിക്കാനുള്ളത് മുഴുവൻ സംഭവിക്കും. സംഭവിച്ചില്ലേ? റസൂലുള്ളാഹി വഫാത്തായ ആ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി സ്ഥാനമേറ്റ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം നടത്തിയ യുദ്ധം മുസ്ലിമീങ്ങളോടാണ്. സകാത്തിന് മുതൽ തടഞ്ഞു വെച്ച മുസ്ലിം സമുദായത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ആ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ അയച്ചു. ആലോചിച്ച് നോക്ക് നിങ്ങൾ.
അപ്പൊ റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി എന്റെ സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണമാണെങ്കിൽ എന്റെ വഫാത്തോടുകൂടി നിങ്ങൾക്ക് വരാനുള്ളത് വന്നു കഴിഞ്ഞു, വരും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി ഫഇദാ ദഹബ അസ്ഹാബി മാ യുഅദൂൻ. ഈ ഉമ്മത്തിന് ഈ സ്വഹാബത്ത് സംരക്ഷണമാണ്. ആ സ്വഹാബത്ത് ആ ഉമ്മത്തിൽ നീങ്ങിയാൽ ഈ ഉമ്മത്തിന് വരാനുള്ളതൊക്കെ കടന്നു വരും. അതും സംഭവിച്ചു. ഇന്ന് മതമേഖലകൾ ഇന്ന് അടിച്ച് തകർക്കുകയാണ്, തമ്മിൽ തല്ലുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പോർക്കുകയാണ്, അഭിപ്രായ ഭിന്നതകളുടെ മാറാപ്പുകളായി മാറിയിരിക്കുകയാണ്. എന്താണ് ദീൻ, എന്താണ് സത്യം, എന്താണ് നന്മ, എന്താണ് സ്വഹീഹ്, എന്താണ് ദഈഫ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഖുർആനെയും റസൂലിന്റെ സുന്നത്തുകളെയും സ്വഹാബത്തിന്റെ ജീവിത പാരമ്പര്യങ്ങളെയും പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്ന, അതിന് വ്യഭിചരിക്കുന്ന വലിയ ഒരു പണ്ഡിത സഭ തന്നെ ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് തന്നെ കടന്നു വന്നു. എന്തിനേറെ കേരളത്തിൽ നാം അത് കണ്ട് അനുഭവിച്ച് മനസ്സ് ചത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല സത്യത്തിന്റെ മാർഗത്തിൽ നമ്മെ മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ദീനിൽ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് എല്ലാ മുഅ്മിനീങ്ങളും ദുആ ചെയ്യണം. സഹോദരങ്ങളെ, ഹിജ്റ 11-ാം വർഷത്തിൽ സഫറിന്റെ തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ഖബർസ്ഥാൻ സന്ദർശിച്ചു. മരണത്തെ ചിന്തയുണ്ടാകാൻ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. ശേഷം അവിടെ നിന്ന് പള്ളിയിലേക്ക് വന്നു മിമ്പറിൽ കയറി സ്വഹാബികളോട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. അഖ്ബ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഫറിന്റെ ആ റബീഉൽ അവ്വലിന്റെ തൊട്ട് മുമ്പുള്ള മാസത്തിലെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങളോട്, ഇന്നി ഫറത്തുക്കും വ അന ഷഹീദുൻ അലൈക്കും ഇന്നി വല്ലാഹു ലാ നളറ ഇലാ ഹൗലിൽ കസർ. നസ്രാസം പറയാണ്, സ്വഹാബികളെ, ഞാനിതാ എന്റെ ഉമ്മത്തിന് മുക്കിക്കൊടുക്കാൻ അല്ലാഹു എനിക്ക് നൽകാമെന്ന് പറഞ്ഞ ഹൗദുൽ കൗസർ മിമ്പറിൽ വെച്ച് കാണുകയാണ്. അല്ലാഹു തആല വഹയിലൂടെ അതിന് കാണുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ആ മഹ്ശറിൽ വന്ന് നിൽക്കും, ഞാൻ അവിടെ ഉണ്ടാകും, ആ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് മുക്കിത്തരാൻ. വമൻ ശരിബൽ യൽമു അബദാ, എന്നാൽ അതിൽ ഒരു കപ്പ് വെള്ളം കുടിച്ചവർക്ക് ദാഹമില്ല, പക്ഷെ ആ വെള്ളം കുടിക്കാൻ കഴിയാതെ മാറ്റിവെക്കപ്പെടുന്ന ഹതഭാഗ്യന്മാർ എന്റെ ഉമ്മത്തിൽ തന്നെ ഉണ്ടാകും. ദീനിൽ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്, ദീർഘമായ രൂപത്തിൽ സംസാരിച്ചു. സ്വഹീഹ് ബുഖാരിയിലെ 3596 നമ്പർ ഹദീസായി നമുക്ക് ഇത് കാണാൻ കഴിയും. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഇന്നി ഖദ ഊതീതു ഖസാഇനുൽ അർള, ഭൂമിയുടെ ഖജനാവുകൾ മുഴുവനും എന്റെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു തന്നു. അങ്ങനെ എന്റെ സമുദായം സമ്പത്ത് കൊണ്ട് ധന്യത നേടുമെന്നും ഇഷ്ടം പോലെ പണം അവർക്കുണ്ടാകുമെന്നും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നി വല്ലാഹു മാ അഖാഫു ബഅദി, നിങ്ങളുടെ മേൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല. അഥവാ ഞാൻ നിങ്ങളുടെ മേലെ, നിങ്ങൾ ഒരിക്കലും സ്വഹാബത്തെ രണ്ടാമത് ശിർക്കിലേക്ക് പോകുമെന്നോ ഇവിടെ ലാത്തയും മുസ്സയും ആരാധിക്കപ്പെടുമെന്നോ ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്കിടയിൽ, ആരോടാ പറയുന്നത്? സ്വഹാബികളോട്. നിങ്ങൾക്കിടയിൽ മാത്സര്യമുണ്ടാകും, കക്ഷിത്വമുണ്ടാകും, നിങ്ങൾ അതിന്റെ പേരിൽ പോരടിക്കും. ഉസ്മാൻ റളിയല്ലാഹു മുതൽ അലി ഇബ്നു അബീ ത്വാലിബിന് ശേഷം പിന്നീട് അങ്ങോട്ട് അല്ലേ, മുസ്ലിം ലോകത്ത് എത്ര യുദ്ധങ്ങളാണ് പരസ്പരം സ്വഹാബികൾ തന്നെ ഏറ്റുമുട്ടേണ്ടി വന്നത്. ഖവാരിജുകൾ ഉണ്ടായി, ഷിയത്ത് അലി എന്ന ഷിയാക്കൾ ഉണ്ടായി, അങ്ങനെ അവരെ മുർജിയാക്കൾ ഉണ്ടായി. അങ്ങനെ വിഭാഗങ്ങൾ തലപൊക്കി അവർക്ക് നേരെ സ്വഹാബത്ത് വാളേന്തി. അതൊന്നും പുറത്തുനിന്ന് വന്നവരല്ല, ഷഹാദത്തിൽ വെച്ചെല്ലിയ മുസ്ലിങ്ങളായിരുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫറിന്റെ അവസാന സമയത്ത് ഏകദേശം 28-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരി സ്വഹാബിയുടെ ഖബറടക്കത്തിന് വേണ്ടി വീണ്ടും ആ ഖബർസ്ഥാനിൽ വന്നു. എന്നിട്ട് അവിടുന്ന് സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തെ, ഈ സമുദായത്തിൽ ഫിത്തനകൾ കടന്നു വരും. പ്രഭാതത്തിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ വൈകുന്നേരം മുതൽ കാഫിറായി തീർക്കാം.
വൈകുന്നേരം കാഫായി നടന്ന ഒരുത്ത രാവിലെ ആകുമ്പോൾ മുഅ്മിനായി കേൾക്കാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ആദർശവും അഖീദയും നഷ്ടപ്പെട്ടു പോകുന്ന ഇരുണ്ട മേഘക്കട്ടകൾ പോലെ ഉമ്മത്തെ നിങ്ങളിലേക്ക് ഫിത്നകൾ വരും. തൗഹീദിൽ ഉറച്ചു നിൽക്കണേ, സുന്നത്തിൽ ഉറച്ചു നിൽക്കണേ എന്ന് സ്വഹാബത്തിനോട് അവിടെ വെച്ചുകൊണ്ട് ഉപദേശം നൽകിയ റസൂലുള്ളാഹി വൈകാരികമായി പോരുമ്പോ അവിടുത്തെ തലയതാ വെട്ടിപ്പൊളിക്കുന്ന പോലെ വേദന വരികയാണ്. രണ്ട് കൈകൾ അമർത്തിപ്പിടിച്ച റസൂൽ പറഞ്ഞു, എന്റെ തല. അത് ഒന്നാമത്തെ മരണവേദന തുടക്കമായിരുന്നു. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ വേദനയുള്ളൂ, ഞാൻ രണ്ടാളുകളുടെ മരണവേദന അനുഭവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ മരണവേദന എന്നത് മോശപ്പെട്ട മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ലവർക്കൊന്നും ഉണ്ടാവില്ല. ഓലെങ്ങനെ വെള്ളിന്ന് മുടി വലിക്കണ പോലെയാണ് കഴിച്ചിലാവും. അല്ല, മരണവേദന എല്ലാവർക്കും ഉണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആ ടേസ്റ്റ് അനുഭവിക്കാത്ത ഒരാളുണ്ടാവില്ല. ഹബീബിന് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാത്തിനും പരീക്ഷണമുണ്ടോ അള്ളാഹു തആല എക്സ്ട്രാ കൊടുക്കും. എന്തിനാ? ആഖിറത്തിൽ ദറജ കൂട്ടാൻ. അതുകൊണ്ട് രണ്ടാളുകളുടെ മരണവേദനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് സഫർ 25 ശേഷം റബീഉൽ 12 വരെയുള്ള 14 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പനി ഉണ്ടായി. പല ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ബോധരഹിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി ഭാര്യമാരുടെ വീടുകളിലേക്ക് ദിവസങ്ങൾ ഓടി വെച്ച് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ആ ദിവസമുള്ളത്. അവിടുന്ന് റസൂലുള്ള ബോധം തെളിഞ്ഞ സമയത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, ഞാൻ നാളെ ആരുടെ കൂടെയാണ്? ഞാൻ ആരുടെ കൂടെയാണ്? റസൂലുള്ളാഹിന്റെ ചോദ്യത്തിന്റെ ഉള്ളടക്കം മറ്റു 8 ഭാര്യമാർക്ക് മനസ്സിലായി. കാരണം അവർക്കറിയാം ആയിഷയോടാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹബ്ബത്തുള്ളത്. എല്ലാവരോടും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ മുഹബ്ബത്ത് ആയിഷ ബിബിയോടാണ്. ആ വീട്ടിൽ താമസിക്കാനാണ് റസൂൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉമ്മമാര് ആ ഉമ്മമാര് സമ്മതിച്ചു കൊടുത്തു അല്ലേ? ആയിഷത്തു വഹഫ്സത്തു വസൗദ സഫിയത്തു വമൈനത്തു വറംല ഹിന്ദു വസൈനബു കദാ ജുബൈരിയ ബിൽ മുഅ്മിനീന ഉമ്മഹാത്തിൽ മർദിയ. 9 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8 ഭാര്യമാരും പറഞ്ഞു, ആയിഷ നബിന്റെ ആ ചോദ്യം ആയിഷാന്റെ അടുത്ത് ഞാൻ പോട്ടെ എന്നാണ്. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കാഞ്ഞാൽ നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാഞ്ഞാൽ അത് പറ്റൂല. ഉടനെ അവർ വിട്ടുവീഴ്ച ചെയ്തു. നിങ്ങള് രോഗം മാറുന്നവരെ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ആയിഷന്റെ കൂടെ നിന്നോളി. നീതിമാനായ റസൂൽ ഇന്ന് 2-3 ഭാര്യമാര് കെട്ടിയിട്ട് നോക്കാതെ ചെലവിനൊടുക്കാതെ ദിവസങ്ങൾ ഓഹരി വെക്കുന്നിടത്ത് ശരീഅത്തിന്റെ നിബന്ധനകൾ പാലിക്കാതെ പ്രിയമുള്ളവരെ എത്ര അനീതി കാണിച്ചടക്കുന്നു ലോകത്തിന്റെ റസൂൽ. അവിടെ പോലും നീതിയാണ്. ഞാന് ആയിഷാൻ പോകാന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആരാളുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ. പക്ഷെ റസൂൽ മാത്രമല്ല, ഒരു നീതിമാനായ ഭർത്താവ് കൂടിയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര റസൂലുള്ള വേദനിച്ച് പണിച്ച ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ മുഅവ്വിദാത്തുകൾ ഓതി, ഫലക്കുൻ നാസ് ഞാൻ ഓതി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ കൈകളിലേക്ക് ഞാൻ ഊതി. ആ നബിയുടെ കൈ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ തടവി. കാരണം എന്താ? അവിടുന്ന് പറയാണ്, കുൻതു അഖറ അലൈഹി അള്ളാന്റെ ഹബീബിന്റെ കൈക്കുള്ള ബർക്കത്ത് എന്റെ കയ്യിനില്ല. അതുകൊണ്ട് ആ റസൂലിന്റെ കൈ കൊണ്ട് തന്നെ അവിടുത്തെ തിരി ശരീരം തടവി കൊടുത്തു. കാരണം എന്താ? അതിനേക്കാൾ വലിയൊരാള് തടവാണ്ടെങ്കിൽ ഓക്കെ, ഇല്ല. ആ റസൂലിന്റെ കൈയിനേക്കാൾ പരിശുദ്ധമായ കൈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ തടവി കൊടുത്തു. പിന്നീട് റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് 7 കിണറുകളിൽ നിന്ന്, മദീനയിലെ 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ തലയിൽ ഒഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി അല്പം ആശ്വാസം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി തലയിൽ ഒരു ടവ്വൽ വലിച്ചു കെട്ടി. എന്നിട്ട് ഖറജ ഇലന്നാസ്, ജനങ്ങളുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവർക്ക് നേതൃത്വം കൊടുത്തു. വസല്ല അലൈഹി, നമസ്കരിച്ചു. എന്നിട്ട് മിമ്പറിലേക്ക് കയറി വഖതബഹു, അവർ ദീർഘമായി പ്രസംഗിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആ സ്വഹാബത്തിനോട് പറയാനുണ്ട്. വിടവാങ്ങുകയാണ്. ലഅനല്ലാഹു യഹൂദ വന്നസാറ, യഹൂദ ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂർ അംബിയാഇ മസാജിദ, അല്ലാഹു തആലയുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിട്ടുള്ളവർ. അതുകൊണ്ട്
എന്റെ കാര്യത്തിൽ അങ്ങനെ അവസ്ഥ അവർക്കുണ്ടാകരുത് എന്ന നിലക്കുള്ള ബോധവൽക്കരണമാണ് സഹോദരനെ റസൂലുള്ളാഹി നടത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് ഒട്ടനേകം ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വഹാബികൾക്ക് നൽകി. ജലസ അല മിൻബറി ഇരുന്നു, വീണ്ടും എഴുന്നേറ്റു, എന്നിട്ട് വീണ്ടും അവിടുന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരടിമക്ക് അല്ലാഹു 2 നേട്ടങ്ങൾ കാണിച്ചു കൊടുത്തു. ഒന്ന് ദുനിയാവിലെ മുഴുവൻ സ്ഥാനമാനങ്ങൾ, മറ്റൊന്ന് ആഖിറത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ. ആ അടിമ ആഖിറം തെരഞ്ഞെടുത്തു, ദുനിയാവ് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ മുൻപകത്തിരുന്ന ഒരു പ്രായമുള്ള ഒരാൾ കരയാൻ തുടങ്ങി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾക്ക് ആർക്കും മനസ്സിലായില്ല എന്തിനാ കരഞ്ഞ്. അപ്പോ ആ കരഞ്ഞത് എന്തിനാന്നുള്ളത് പിന്നെ റബീഉൽ ഒരു 12 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ കാര്യം തെരഞ്ഞെടുത്തത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദറജ അവിടെ പറഞ്ഞു കൊടുത്തു. ഈ പള്ളിയിലേക്ക് വരുന്ന എല്ലാ വാതിലുകളും എനിക്ക് ശേഷം അടക്കണം. ഇല്ല ബാബ അബൂബക്കർ വരുന്ന വാതിൽ അടക്കരുതെന്ന. ഇതിന്റെ അർത്ഥം എന്താ? എനിക്ക് ശേഷം ഈ ഉമ്മത്തിന്റെ സ്ഥാനമേറ്റെടുക്കാൻ ഏറ്റവും അർഹനായവൻ സിദ്ദീഖ് തങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നിർണായകമായ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തെ ഖുതുബയിൽ കേൾക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റസൂലിനെ ജീവതുല്യം സ്നേഹിച്ചുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുകളെ കുറിച്ച് കാര്യമായി പഠിച്ച് നമ്മുടെ ഈമാനിനെ കൃത്യമായി ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസികും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഫുകൾക്കിടയിൽ വിടവില്ലാതെ സ്വഫ് പൂർത്തിയാക്കിയിരിക്കുക എന്നുള്ളത് ജുമാഅയുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതുകൊണ്ട് ചാരി ഇരിക്കണം എന്ന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ ഇരുന്നോളി, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്ന് സ്വഫ് പൂർത്തിയാക്കി ഇരുന്നോളി. അതില് പാപങ്ങൾ പൊറുക്കപ്പെടും, ദറജ വർദ്ധിക്കും. അനവധി തവണ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് കുട്ടികളൊന്നും ഇരുന്നോളി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ആ ദിവസങ്ങളിൽ സഹാബികളൊക്കെ ഇടക്കിടക്ക് വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുകയാണ്. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാന സമയമായപ്പോൾ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. ജമാഅത്ത് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ കാത്തു നിൽക്കുകയാണ്. ആർക്കും ഇഹ്റാമിലേക്ക് ഇമാമായി നിൽക്കാൻ ധൈര്യമില്ല. നിന്നാൽ തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യമുള്ള മിഹ്റാബിൽ മറ്റൊരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുള്ള കാലത്ത് നിൽക്കാൻ അവരാരും സമ്മതിക്കില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പൊ പറഞ്ഞു, ഹും യന്തദൂന, ഇല്ല നബിയെ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി വീണ്ടും വെള്ളമൊഴിച്ച മുഖത്ത്, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പള്ളിയിലേക്ക് പോകാൻ എഴുന്നേറ്റു, വീണ്ടും വീണുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസല്ലി ബിനാസ്, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പിന്നെ അബൂബക്കറിനോട് പറയൂ, അബൂബക്കറിനോട് കൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിൽക്കൂല, വകാന റജുൽ റഖീഖ്, ഞാൻ വളരെ ലോലഹൃദയനാണ്, കുറച്ച് മനക്കരുത്തുള്ള ആള്. ഉമറാ, യാ ഉമർ സല്ലി ബിന്നാസ്, നിങ്ങൾ നിന്നൊരുക്കി മുറ എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത അഹഖു ബിദാലിക്, എന്നെക്കാൾ ശ്രേഷ്ഠൻ താങ്കളാണ്, താങ്കൾ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂബക്കർ എന്റെ പിതാവ് വളരെ ലോലഹൃദയനാണ്, ഖുർആൻ അപ്പക്കാരെയും അവള് നിസ്കാരം പൂർത്തിയാക്കൂലെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദേഷ്യത്തോടുകൂടി, ഇന്നകുന്ന സവാഇബ് യൂസുഫ്, നിങ്ങൾ യൂസുഫിനെ പ്രേരിപ്പിച്ച കൗമാണ്, അതുകൊണ്ട് മുറു അബൂബക്കർ, എന്റെ കൽപ്പന സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീടുള്ള 17 വക്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഫസല്ല അബൂബക്കർ ഫതിൽകൽ അയ്യാം, പിന്നീടുള്ള ദിവസങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമായി നിന്നത് എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിങ്കളാഴ്ചക്ക് മുമ്പുള്ള ചൊവ്വന്റെ അവസാനത്തെ ദിവസം, അവസാന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ 7 ദീനാർ ഉണ്ടായിരുന്നു. അത് ദാനം ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 അടിമകളുണ്ടായിരുന്നു, അത് മോചിപ്പിച്ചു. ജൂതന്റെ വീട്ടിൽ പട്ടിണി കൊണ്ട് പടയെങ്കിൽ പണയം വെച്ചിരുന്നു, അത് തിരിച്ചെടുക്കാൻ പോലും ആ റസൂലിന് സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന് ആ തലേന്ന് റസൂൽ വഫാത്താകുന്ന തലേ ദിവസം അവിടെ കത്തിക്കാനുള്ള വിളക്കിലെ മണ്ണെണ്ണ പോലും അയൽപക്കത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് കത്തിച്ചതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ന് നമ്മൾ എത്ര ആഹ്ലാദത്തിലാണ്, എത്ര സമൃദ്ധിയിലാണ്, എത്രയാണ് നമ്മളൊക്കെ ദൂർത്തടിച്ചു കളയുന്ന പണം. ആലോചിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏലോകവാസം വെടിയുമ്പോൾ അതിന്റെ തലേ രാത്രിയിൽ വരെ അവിടെയുള്ള അവസ്ഥയാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച സുബഹി നമസ്കാരം ബാങ്ക് വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. സഫ് നിൽക്കുമ്പോ സ്വഹാബികൾ എങ്ങനെ പറയാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ വീട് ആ പള്ളിയുടെ ചുമരിനോട് ചേർന്ന് ഒരു കർട്ടൻ നീക്കിയാൽ സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പറ്റും. സ്വഹാബികൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഓരോരുത്തരും കൈ കെട്ടാതെ ഇങ്ങനെ കാത്തു നിൽക്കാൻ നിസ്കരിക്കും. അപ്പൊ വരും നബി, ഇപ്പോൾ വരും നബി എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ആ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർട്ടൻ നീക്കിക്കൊണ്ട് കാണുകയാണ്. സ്വഹാബികൾ പറയാണ്, അഹമ്മൽ മുസ്ലിമൂന അയ്ഫ്തിമൂന ഫീ സ്വലാത്തിഹിം. പിന്നെ ആ ഒരു നേതാവിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി എന്റെ അനുചരന്മാർ നമസ്കരിക്കുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. സ്വഹാബികൾ പലരും നമസ്കാരം വരെ തെറ്റിപ്പോയി, കാരണം അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയി എന്ന് പറയപ്പെടുന്നു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അത്തിമു സ്വലാത്തിക്കും, നിസ്കാരം വേഗം പൂർത്തിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വരാൻ പറ്റിയില്ല. പിന്നീട് ഏകദേശം ദുഹാ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വഹാബികൾ വന്നു. ഒരാശ്വാസം തോന്നിയപ്പോ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവരും മറ്റൊക്കെ അവിടുന്ന് നീങ്ങി. പക്ഷേ ആ പ്രകാശിച്ച വിളക്ക് അവസാനം ഒന്ന് പ്രകാശിച്ചപ്പോൾ രോഗം മാറാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെ അത് അവസാനത്തെ കത്തലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ദുഹാ സമയമായപ്പോൾ ചുറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, കുടുംബങ്ങൾ നിൽക്കുകയാണ്. പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു, രണ്ട് കവിത്തളങ്ങളിലും ഉമ്മ വെച്ചു. എന്നിട്ട് ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ആ മക്കളെ കൂട്ടിപ്പിടിച്ചു. മറ്റോട് പറഞ്ഞു, ഇവരെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന റസൂലിന്റെ കരളിന്റെ കഷ്ണം ഈ രംഗം കണ്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ പിതാവേ, നിങ്ങളുടെ വേദന എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവിടുന്ന് പറഞ്ഞു, മോളെ, ഇതെന്റെ അവസാനത്തെ വേദനയാണ്. ഈ വേദനയ്ക്ക് ശേഷം ഇനി വാപ്പാക്കൊരു വേദനയുമില്ല മോളെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. പിന്നെ വിളിച്ചുകൊണ്ട് കാതിൽ സ്വകാര്യം പറഞ്ഞപ്പോ ആ ദുഃഖത്തിനിടയിൽ ഒരൽപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, മോളെ, വാപ്പ നിന്നോട് ആദ്യം പറഞ്ഞപ്പോ നീ കരഞ്ഞു, പിന്നെ നീ പുഞ്ചിരിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ സമയമാണ്, ഞാൻ ഇപ്പൊ മരിക്കുന്നു. അപ്പൊ ഞാൻ കരഞ്ഞു. പിന്നീട് എന്റെ അടുക്കലേക്ക് ആദ്യമായി ഖബറിൽ എന്റെ കൂടെ ആ ഖബറിലേക്ക് വരുന്നത്, പരലോകത്ത് വരുന്നത് നീയായിരിക്കും എന്റെ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കേൾക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വൈകാരികമായ രംഗമുണ്ട്. ഇന്ന മിൻ നിഅമത്തില്ലാഹി എനിക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന് അറിയുമോ? പിന്നെ അവിടുന്ന് പറയാറുണ്ട്, ഫീ ബൈതി വഫീ യൗമി വഫീ സഹരി വനഹരി. ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ എന്റെ മുറിയിൽ, എന്റെ ദിവസത്തിൽ, എന്റെ മടിത്തട്ടിൽ കടന്നുകൊണ്ടാണ് യാത്രയായത്. അത് വലിയൊരു ഭാഗ്യമാണ്. എന്റെ ദിവസത്തിൽ, എന്റെ വീട്ടിൽ, എന്റെ മടിത്തട്ടിൽ കടന്നുകൊണ്ടാണ് യാത്രയായത്. അങ്ങനെ ആ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അറാഖിന്റെ കൊള്ളി വാങ്ങി പല്ല് വൃത്തിയാക്കി. എന്നിട്ട് അവിടെ നിന്ന് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് കാതുകൾ വെച്ച് കേൾക്കുമ്പോ അവിടുന്ന് പറയുന്നു, അസ്സലാ, നമസ്കാരം, അസ്സലാ, നമസ്കാരം, വമാ മലക്കത്ത് അയ്മാനക്കും, അടിമ സ്ത്രീകളുടെ കാര്യം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യഅബദു, അല്ലാഹു എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ഉറൂസിന്റെ പറമ്പാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഇന്ന് ഫലം കിട്ടി. അവിടെ ആനയില്ല, അമ്പാരിയില്ല, വർഷാവർഷം ഉറൂസുകളില്ല, ചെണ്ടമേളങ്ങളില്ല, അവിടെ നേർച്ചക്കുറ്റിയില്ല. റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്ന ബൈത്തുകളോ വരികളോ ഒന്നും അവിടെ അല്ല സഹോദരങ്ങളെ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പേരിൽ ഈ കാലത്ത് പല ആളുകളിലും പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ട് അവിടെ നടക്കുന്നില്ല? ഹബീബിന്റെ ദുആയാണ്.
എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുത്, ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. നമസ്കാരം അവസാന സമയത്ത് പോലും നമസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എത്ര ആളുകൾ ആ നമസ്കാരത്തിൽ ചിട്ടപാലിക്കുന്നുണ്ട്. അവസാനം ആകാശത്തേക്ക് വരെ ഉയർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആ കൈകൾ നിശ്ചലമായി വീണു. എല്ലാ ആത്മാക്കളും മരിക്കും. സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുലേക്ക് നീ തൃപ്തിപ്പെട്ട് മടങ്ങിക്കോളൂ എന്ന ആ ഒരു ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഓതി. അതോടുകൂടി റസൂലുള്ളാഹി മരിച്ചു എന്ന ബോധ്യം സഹാബികൾക്കിടയിൽ ഉണ്ടായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വൈകാരികമായി, കാരണം റസൂലുള്ളാഹിയുടെ വഫാത്ത് അംഗീകരിക്കാൻ മനസ്സ് വേദനിച്ചു പോയി. അവിടുന്ന് വാളൂരി പിടിച്ചു. നബി മരിച്ചു എന്നാണ് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആർക്കും ഉപദേശിക്കാൻ പേടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, ആ തുണി മാറ്റി മുഖത്ത് ചുംബിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ കദമാ, മുഹമ്മദിനെയാണ് ഇതുവരെ ആരെങ്കിലും ആരാധിച്ചതെങ്കിൽ അവരിതാ മനസ്സിലാക്കുക, മുഹമ്മദ് മരിച്ചിട്ടുണ്ട്, മുഹമ്മദ് റസൂൽ മരിച്ചിട്ടുണ്ട്. മൻ കാന യഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ വഹയ്യുൽ ലാ യമൂത്ത്, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 144-ാമത്തെ ആയത്ത് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് അബൂബക്കർ റളിയല്ലാഹു ഓതി കൊടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫഇമ്മാ തഅഖുതുൻ ഖബൽതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലയദുല്ലാഹു ശൈഅൻ വസയജില്ലാഹു ശാകിരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ എന്ന താക്കീത് ആ ആയത്ത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് തന്റെ കൈകളിൽ നിന്ന് വാള് താഴെ വീണു. പിന്നീട് ആ ഹബീബിനെ തിങ്കളാഴ്ച മരണപ്പെട്ടു. പിന്നീട് സഹോദരങ്ങളെ, ചൊവ്വാഴ്ച അർദ്ധരാത്രി അഥവാ ആ പരച്ച സമയമായപ്പോഴേക്കും പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറവ് ചെയ്തു എന്ന് ബുഖാരിയിലെ ഹദീസുകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രവാചകന്റെ അന്തിമ യാത്ര നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ താങ്ങാൻ കഴിയാത്ത മുസീബത്തുകളുണ്ടോ അതെല്ലാം നമുക്ക് ആശ്വാസം കിട്ടും. റസൂലുള്ളാഹിയുടെ ജീവിത ചരിത്രം പഠിക്കുക, അവിടുത്തെ യാത്ര പഠിക്കുക. അങ്ങനെ ജീവിതത്തിൽ ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന് പകരം ഈ രൂപത്തിൽ ബിരിയാണിയും തിന്ന് ഫ്രൂട്ട് സലാഡും കഴിച്ച് മുട്ടായിയും കഴിച്ച് പ്രകടനം നടത്തി സന്തോഷിക്കുന്ന ആളുകൾക്ക് എന്ത് മനസ്സാണുള്ളത്, എന്ത് കരളാണുള്ളത്, അവർക്ക് എന്ത് സ്നേഹമാണുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടവാങ്ങൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പറയാനുള്ള കാരണം നമുക്കും നമ്മുടെ സമുദായത്തിനും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇൽമ കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗത്തെ പിന്തുടർന്ന് കൃത്യമായി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അംഗങ്ങളായി അല്ലാഹു തആല നമ്മെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا خالد الهجر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين وصلى الله وسلم تسليما كثيرا. أقم الصلاة.